എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാര് മിസ്റ്റ് വില്ലേജിനോട് ബൈ ബൈ പറയാണ്. ഒരുപാട് നല്ല അനുഭവങ്ങളും യാത്രകളും ഫൈറ്റും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് കപ്പലിലേക്ക് കയറും. ഏറ്റവും അവസാനമായിട്ടായിരിക്കും നമ്മുടെ ചോച്ചോ അവൾ ഓടി വരിക. അങ്ങനെ ചോച്ചോയും കപ്പലിൽ കയറി കഴിഞ്ഞ് ഇപ്പൊ കപ്പൽ മുൻപോട്ട് പോവാണ്. ബൊറൂട്ടോ അവൻ മിസ്റ്റ് വില്ലേജിലേക്ക് തന്നെ കണ്ണു നട്ട് നോക്കിയിരിക്കും. കാരണം കാഗുരയെ ഇതുവരെ കണ്ടിട്ടില്ല. ആരുടെ പറയും ഒരുപക്ഷെ അവന് തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ വരാത്തത്. ബൊറൂട്ടോ പറയും എനിക്ക് ആക്ച്വലി കാഗുറെ ഒരുപാട് ഇഷ്ടമായി. അവനാണ് നമുക്കൊരു വഴികാട്ടിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് അവന്റെ മൈൻഡ് ചേഞ്ച് ആയെങ്കിലും അവന്റെ തെറ്റ് അത് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം സംസാരിക്കുകയാണ്. കപ്പലാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മിസ്റ്റ് വില്ലേജ് ഒക്കെ കടന്ന് അങ്ങനെ മുൻപോട്ട് പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി മിസ്റ്റ് വില്ലേജിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് സാക്ഷാൽ കാഗുറ അവൻ ആ കപ്പലിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോയുടെ വീട് കാണിക്കും. അവിടെ ഹീമാവരി ആണെങ്കിൽ ഫുൾ ഹാപ്പി. അവളും അമ്മയും അവർ രണ്ടുപേരും ബൊറൂട്ടോയ്ക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗിലാണ്. 10 സെക്കൻഡ് ഇപ്പൊ ബൊറൂട്ടോ അവിടേക്ക് വരും. ബൊറൂട്ടോയെ കണ്ട ഹീമാവരി അവള് ഭയങ്കര സന്തോഷത്തില് ബൊറൂട്ടോയെ കെട്ടിപ്പിടിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ അവനൊരു ലോണ്ടറി പാക്കറ്റ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വരാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ മിസ്റ്റ് വില്ലേജിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ 100 നാവാണ്. പക്ഷെ ഹീമാവരി ആണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ്. കാരണം ബൊറൂട്ടോ അവൾക്ക് എന്തെങ്കിലും ഒരു നല്ല ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ബൊറൂട്ടോ കൊണ്ടുവന്നില്ല. ഹീമാവരി അവൾ ഒത്തിരി ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാതെ അവിടുന്ന് പോവും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വീണ്ടും അവന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ക്ലാസ്സിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇരുന്ന് അങ്ങനെ ഹായ് ആയിട്ട് കാർഡ്സ് ഒക്കെ കളിക്കാണ്. ബൊറൂട്ടോ പറയും ശരിക്കും കാഗുറ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു, അവനൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളി അത് അടിപൊളിയായനെ. അവരങ്ങനെ ഹാപ്പി ആയിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഷിനോ മാസ്റ്റർ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരിക. ആരടാ ബൊറൂട്ടോ ഇവാബെ, നിങ്ങൾ 3 പേരും ഓഫീസ് റൂമിലേക്ക് വാ. നമ്മുടെ 3 ആൾക്കാര് അവരാണെങ്കിൽ അത് കേട്ട് ഷോക്ക്. പരസ്പരം ചോദിക്കും ഇനി മിസ്റ്റ് വില്ലേജിലുണ്ടായ കാര്യം അത് മാസ്റ്റർ അറിഞ്ഞിട്ടുണ്ടാവോ. അവർക്കാണെങ്കിൽ ഇപ്പൊ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അങ്ങനെ നടന്ന് അവർ മാസ്റ്റർ അടുത്തേക്ക് പോവും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ പ്രിൻസിപ്പൽ റൂമിലേക്ക് വരും. അതിനുശേഷം എന്തൊക്കെയോ വലിയ കള്ളക്കഥകള് അതങ്ങനെ തള്ളി മറിക്കുകയാണ്. ഞാൻ ആക്ച്വലി മിസ്റ്റ് വില്ലേജിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഒരു ചുഴലിക്കാറ്റ് അത് ആഞ്ഞടിച്ചു. അതിൽ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് സാറുടെയും ബാബയും അവർ തക്ക സമയത്ത് അവിടേക്ക് വന്ന് എന്നെ രക്ഷിച്ചത്. റൂക്കയ്ക്കാണെങ്കിൽ ഈ പ്രാന്തൻ എന്താ പറയണേന്ന് മനസ്സിലാവില്ല. ഉടനെ ഇറൂക്ക ആള് മിസ്റ്റ് വില്ലേജിലെ മിസുകാകെ അയച്ച ആ ഒരു സ്ക്രോൾ എടുത്ത് കാണിക്കും. നടന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ 3 ആൾക്കാരെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമായിരിക്കും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ബൊറൂട്ടോയും ഇവാബയും സാറുടെയും അവർ 3 പേരും അത് കേട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് ഇറൂക്ക മാസ്റ്റർ അവർക്ക് 3 പേർക്കും ഇപ്പൊ പണിഷ്മെന്റ് കൊടുക്കും. സാറുടെ പറയും ബൊറൂട്ടോ നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നിന്റെ മണ്ടൻ കഥ അത് നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കിങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അങ്ങനെ അവർ 2 പേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് ഒരിഞ്ഞ അട്ടിയിടി ബഹളം. ബാക്കിയുള്ള സ്റ്റുഡൻസ് മുഴുവനും അവർ പെയിന്റ് ഒക്കെ അടിക്കുന്നത് കണ്ട് അങ്ങനെ ഹായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ സുഗട്സു അവനാണെങ്കിൽ മിസ്റ്റ് വില്ലേജിൽ നടന്ന കാര്യങ്ങളൊക്കെ ഈ പൊറോച്ചുമാറുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. കട്ട് ചെയ്ത ഇവിടെ സീസുമ അവനാണെങ്കിൽ കാഗുറയോടും മിസുകാഗയോടും ഇപ്പോഴും ഫുൾ കലിപ്പില് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ പറയും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, ഒരു കാരണവശാലും ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ സുഗട്സു അവനാണെങ്കിൽ ഒറോച്ചുമാറുവിനോട് പറയും ആ സീസുമ അവൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ബൊറൂട്ടോയെ ഒരു വലിയ ഓപ്പണന്റായി കണ്ടില്ല എന്നതാണ്. സോ അവിടെയാണ് അവന്റെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റിയത്. ബൊറൂട്ടോ ആക്ച്വലി നറൂട്ടോയെ പോലെ തന്നെയാണ്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് എവിടുന്നാണ് ഈ പ്രോബ്ലംസിന്റെ എല്ലാം തന്നെ ഹിന്റ് കിട്ടുന്നത് എന്നാണ് ഒരു പിടിയും കിട്ടാത്തത്. ഉടനെ സുഗട്സു അവൻ അത്രയും പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ആക്ച്വലി ബൊറൂട്ടോയ്ക്ക് എവിഡൻസ് കൊടുത്തത് അത് മറ്റാരുമല്ല സാക്ഷാൽ സുഗട്സു തന്നെയാണ്. കട്ട് ചെയ്ത ചോച്ചിറോ ആളാണെങ്കിൽ വെള്ളത്തിൽ ബാലൻസ് ഒക്കെ ചെയ്ത് കാഗുറയ്ക്കാണെങ്കിൽ ഇപ്പൊ അടിപൊളിയായി ട്രെയിനിങ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. കാഗുറയ്ക്കാണെങ്കിൽ ആ വെള്ളത്തിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയില്ല. അവന്റെ തൊട്ടു മുൻപിലുള്ള ആ പേപ്പർ അത് വുഡൻ സ്ക്വാഡ് ഉപയോഗിച്ച് 2 പീസ് ആക്കുക എന്നതാണ് അവന്റെ ഇപ്പോഴത്തെ ട്രെയിനിങ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ
ഹീമാവരിയുടെ അടുത്തേക്ക് വരും. പക്ഷെ അവളാണെങ്കിൽ അവനെ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അവിടുന്ന് കടന്നു പോവും. ഉടനെ ബൊറൂട്ടോ അവൻ അമ്മയോട് ചോദിക്കും, അമ്മ അവൾക്ക് എന്തു പറ്റി? എന്നോട് യാതൊരു മൈൻഡും ഇല്ല. അപ്പോഴായിരിക്കും ഹിനട്ട പറയാ, നിനക്ക് ഇതുവരെ അതെന്താണെന്ന് മനസ്സിലായില്ലേ? നീ മിസ്റ്റ് വില്ലേജിൽ പോയി തിരികെ വരുമ്പോ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നീ അവൾക്ക് ഒന്നും കൊടുത്തില്ല. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. കാരണം അപ്പോഴാണ് അവനും ആ കാര്യം ഓർമ്മ വരിക. ഉടനെ ഹിനട്ട, നീ ഒന്നുകിൽ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്, അല്ലെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കേ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കില് ഹീമാവരിയുടെ റൂമിലേക്ക് വരികയാണ്. അവളാണെങ്കില് ഒരുപാട് സങ്കടത്തില് അവളുടെ ബൊമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ പറയും, ഹീമാവരി, ഞാൻ ആക്ച്വലി നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ മിസ്റ്റ് വില്ലേജിൽ വെച്ച് ഞാൻ നിനക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് വാങ്ങിയതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഗിഫ്റ്റ് അതെന്റെ ഫ്രണ്ടിന്റെ ബാഗിൽ പെട്ടുപോയി. ഹീമാവരിക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഉടനെ ബൊറൂട്ടോ ഒരു 10 മിനിറ്റ് ഞാൻ എത്രയും പെട്ടെന്ന് ആ ഗിഫ്റ്റുമായിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് വരും. ഉടനെ ഹിനട്ട അവൾ ചോദിക്കും, എന്തു പറ്റി? നീ അവളോട് സത്യം തുറന്നു പറഞ്ഞോ? അതിന് ബൊറൂട്ടോ പറയും, ദയവ് ചെയ്ത് അവളോടും പപ്പയോടും ഇതൊന്നും പറയരുത്. ഞാൻ അവൾക്കുള്ള ഒരു അടിപൊളി ഗിഫ്റ്റുമായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ബൊറൂട്ടോ ഉഷാറായിട്ട് ചാടി ഓടി അവന്റെ ഓരോ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് വരും. ആദ്യം അവൻ ഷിക്കടയെ കണ്ട് മിസ്റ്റ് വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന ആ ചോക്ലേറ്റ് അത് നിന്റെ കയ്യിലുണ്ടോ ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ ഓൾറെഡി അത് മുഴുവൻ തിന്നു തീർത്തു. അതിനുശേഷം അവൻ ഡെങ്കിയുടെ അടുത്തേക്ക് പോവും. അവനും ആ സ്വീറ്റ്സ് കയ്യിൽ കിട്ടിയ ഉടനെ തിന്ന് തീർത്തിരുന്നു. മീറ്റ്സിയ, ടെല്ലി, അങ്ങനെ എല്ലാവരുടെ അടുത്തും അവൻ പോയി അന്വേഷിക്കും. അവരെല്ലാവരും ഓൾറെഡി അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും അവൻ ആ സ്വീറ്റ്സ് ചോദിച്ച് അത് കിട്ടാതെ ഇപ്പൊ ഒരു ബെഞ്ചിൽ വന്ന് അങ്ങനെ ടയർഡായി കിടക്കുകയാണ്. ഉടനെ മീറ്റ്സിക്ക് അവന്റെ അടുത്തേക്ക് വന്ന്, എന്തു പറ്റി? എന്താ ഉണ്ടായേ? അതിന് ബൊറൂട്ടോ അവൻ തല ഉയർത്തി അവന്റെ കയ്യിലും ആ സ്വീറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് മീറ്റ്സിയ പറയും, ഇല്ല. ഉടനെ ബൊറൂട്ടോ അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പോ മീറ്റ്സിയോട് പറയും. അതവൻ പറയുന്ന സമയത്ത് തന്നെ സാറയുടെ അവിടേക്ക് വരും. എനിക്ക് വേണ്ടത് മിസ്റ്റ് വില്ലേജിലുള്ള ആ സ്പെഷ്യൽ സ്വീറ്റ്സ് അല്ലേ? അതെവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് ഒരുപാട് ആശ്വാസമാവും. സാറയുടെ പറയും, ആ ഷോപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഒരു കാരണവശാലും ഞാൻ എങ്ങനെയാണ് ആ ഷോപ്പ് കണ്ടുപിടിച്ചതെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അതിന് ബൊറൂട്ടോ അവൻ ഓക്കെ പറയും. അവനാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഷോപ്പിലേക്ക് പോകേണ്ട വഴി അത് ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഉടനെ ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ഇപ്പൊ ആ ഷോപ്പിലേക്ക് വരും. അവൻ കാണും അവൻ അന്വേഷിച്ച് നടന്ന ആ ഒരു സ്വീറ്റ്സ് അത് ആ കടയിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് വില്ലേജിലുള്ള വ്യത്യസ്തങ്ങളും റെയറുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ആ കടയിലുണ്ട്. ഉടനെ ആ കടയുടെ ഓണർ ഒരു ഗ്രാൻഡ്മ അവരാണെങ്കിൽ ഒരു ചെറിയ ബാറ്റ് എടുത്ത് ബൊറൂട്ടോയുടെ കയ്യിൽ ഒരൊറ്റ അടി. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സാധനങ്ങളിൽ കൈവെക്കും. ഇതൊന്നും ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല. ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് വിഷമത്തില് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. അതിനുശേഷം അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഗ്രാൻഡ്മയോട് പറയും. എന്റെ അനുജത്തിക്ക് വേണ്ടിയാണ് ഈ സ്വീറ്റ്സ്. അവൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഗ്രാൻഡ്മയാണെങ്കിൽ അപ്പോഴും അത് കൊടുക്കാൻ തയ്യാറാവില്ല. അതിന് മീറ്റ്സിയ അവനുടനെ ഇപ്പൊ ഗ്രാൻഡ്മയെ തൂക്കിയെടുക്കും. ഗ്രാൻഡ്മയുടെ കൈ തട്ടി അടുത്തുണ്ടായിരുന്ന ആ കാർഡ്സ് അത് താഴേക്ക് വീഴുകയാണ്. ബൊറൂട്ടോ ചോദിക്കും, ഇതല്ലേ മിസ്റ്റ് വില്ലേജിലെ ആൾക്കാര് കളിക്കാൻ യൂസ് ചെയ്യുന്ന കാർഡ്സ്? അതിനാ ഗ്രാൻഡ്മ പറയും, അതെ, നിനക്കിത് കളിക്കാൻ അറിയോ? അങ്ങനെയാണെങ്കിൽ നീ ഞാനുമായി കളിച്ച് എന്നെ തോൽപ്പിക്ക്. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ ചോദിച്ച ആ സ്വീറ്റ്സ് അത് ഞാൻ നിനക്ക് തരും. അടുത്ത നിമിഷം രണ്ട് ടീമും ഇപ്പൊ കാർഡ്സ് കളിക്കാൻ തുടങ്ങും. മീറ്റ്സി ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഗ്രാൻഡ്മയുടെ കയ്യിലുള്ള കാർഡുകൾ അത് ഏതൊക്കെയാണെന്ന് ബൊറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ബൊറൂട്ടോ പറയും, ഗ്രാൻഡ്മ, ഞാൻ ഈ ഗെയിമിൽ തോറ്റിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കാർഡ്സ് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഗ്രാൻഡ്മയാണെങ്കിൽ ഷോക്കാവും. കാരണം ഈ കാലത്തും ഇത്രയും നല്ല മനസ്സുള്ള കുട്ടികളുണ്ടോ? ഉടനെ ഗ്രാൻഡ്മ അവർ ചോദിച്ച സ്വീറ്റ്സ് ഇപ്പൊ ബൊറൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് രണ്ടുപേരെയും സന്തോഷത്തോടു കൂടെ അവിടുന്ന് പറഞ്ഞയക്കും. അങ്ങനെ രണ്ടുപേരും ഇപ്പൊ തുള്ളിച്ചാടി തിരികെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും പോസ്റ്റ്മാൻ കാഗുര അയച്ച ഒരു ലെറ്റർ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ആ ലെറ്റർ വായിക്കും. നറൂട്ടോ, നീ എനിക്ക് എല്ലാമാണ്. നിന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് നിന്നെ യാത്ര അയക്കാൻ ഞാൻ നിന്റെ അടുത്തേക്ക് വരാതിരുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയ
ഒരേ ഒരാള് അത് നീയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കാഗുറെ കാണിക്കും. കാഗുറെ ആണെങ്കിൽ ആ സ്ക്വാഡ് ഉപയോഗിച്ച് ആ പേപ്പർ അത് രണ്ടായിട്ട് വെട്ടിയെറിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ലെറ്ററൊക്കെ വായിച്ച് ഒത്തിരി ഹാപ്പിയായി വീട്ടിലേക്ക് വരും. വീട്ടിലെത്തിയ ഉടനെ ഹീമാവരി അവളാണെങ്കിൽ ഒരുപാട് സന്തോഷത്തില് അങ്ങനെ ഏറ്റുവാങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.